ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വാശിയേറിയ പോരാട്ടത്തിനാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുക. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാൻ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ധാരണയായെന്നാണ് വിവരം. ഹൈക്കമാൻഡിന്റെ അനുമതി കിട്ടിയാൽ ഉടൻ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ശേഷമാകും CPM സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക. PV അൻവറിനോടക്കം ആര്യാടനെ മത്സരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തിയെന്നാണ് അറിയുന്നത്. ആരായാലും പിന്തുണയ്ക്കുമെന്നാണ് അൻവറിന്റെ ഉറപ്പെന്നും അതുകൊണ്ട് തന്നെ ഷൗക്കത്ത് തന്നെയാകും സ്ഥാനാർത്ഥിയെന്നുമാണ് സൂചന. എന്നിരുന്നാലും ഹൈക്കമാൻഡിന്റെ തീരുമാനമാണ് അന്തിമം. ആര്യാടൻ ഷൗക്കത്തിനൊപ്പം മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെയും സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നു. നിലവിൽ മലപ്പുറം DCC അധ്യക്ഷനാണ് ജോയി. ഇതുകൂടി കണക്കിലെടുത്താണ് ആര്യാടൻ ഷൗക്കത്തിന് KPCC പ്രഥമ പരിഗണന നൽകുന്നത്. നിലമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ്, നിലമ്പൂർ നഗരസഭയുടെ ആദ്യത്തെ അധ്യക്ഷൻ എന്നീ നിലകളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഷൗക്കത്തിന് ഭരണരംഗത്തെ പരിചയം മുതൽക്കൂട്ടാണ്. ഷൗക്കത്ത് നഗരസഭാ അധ്യക്ഷനായിരിക്കെ നിലമ്പൂർ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും 4ാം ക്ലാസ് വിദ്യാഭ്യാസം ഉറപ്പാക്കിയ ജ്യോതിർഗമയ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിലമ്പൂർ സഹകരണ അർബൻ ബാങ്ക്, മുഹമ്മദ് അബ്ദുറഹ്മാൻ ട്രസ്റ്റ് എന്നിവയുടെ ചെയർമാൻ തുടങ്ങിയ പദവികൾ ഷൗക്കത്തിന് മുൻതൂക്കവും നൽകുന്നുണ്ട്. ഷൗക്കത്ത് പഞ്ചായത്ത് പ്രസിഡന്റും നിലമ്പൂർ മുനിസിപ്പാലിറ്റി അധ്യക്ഷനുമായിരുന്ന കാലഘട്ടം നിലമ്പൂരിനെ ലോകശ്രദ്ധയിൽ തന്നെ കൊണ്ടുവന്നിരുന്നു. നിലമ്പൂർ പഞ്ചായത്തിലെ 60 വയസ്സിന് താഴെയുള്ള മുഴുവൻ മനുഷ്യരെയും സാക്ഷരതയിലേക്കും 4ാം ക്ലാസ് തുല്യതയിലേക്കും നയിച്ച ജ്യോതിർഗമയ പദ്ധതിയും നിലമ്പൂരിലെ മാനവേദൻ സ്കൂളിന്റെ നിലവാരം ഉയർന്നതിന്റെ ഭാഗമായി കുട്ടികളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ ഇംഗ്ലണ്ടിൽ നിന്ന് ഇംഗ്ലീഷുകാരെ കൊണ്ടുവന്നതും ഷൗക്കത്തിനെ ശ്രദ്ധേയനാക്കിയിരുന്നു. നിലമ്പൂരിനെ സ്ത്രീധനരഹിത നാടായി മാറ്റാൻ നടത്തിയ മുന്നേറ്റങ്ങൾ, ഭവനരഹിതർക്ക് ഒരൊറ്റ വർഷം കൊണ്ട് 865 വീടുകൾ, പൊതുജന സഹായത്തോടെ നിർമ്മിച്ചു നൽകിയ 1000 വീട് പദ്ധതി, താലൂക്ക് ആശുപത്രിയുടെ വൻ വികസനം, ഡയാലിസിസ് കേന്ദ്രം, നിലമ്പൂരിന്റെ ബസ് സ്റ്റാൻഡ്, ആദിവാസി ഊരുകളിലെ കുട്ടികളുടെ പട്ടിണി മാറ്റി അവരെ മികച്ച വിദ്യാഭ്യാസത്തിലേക്കും ജോലിയിലേക്കും എത്തിച്ച ഒപ്പത്തിനൊപ്പം പദ്ധതി, PSC പരിശീലനം എന്ന് കേട്ടുകേഴ്വി പോലും ഇല്ലാതിരുന്ന നിലമ്പൂരുകാർക്കിടയിലേക്ക് സർക്കാർ ജോലി എന്ന സ്വപ്നം എത്തിച്ച കമ്മ്യൂണിറ്റി കോളേജ് തുടങ്ങി എണ്ണിയാൽ ഒടുങ്ങാത്ത പദ്ധതികളാണ് ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിൽ നടപ്പാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസം അതിജീവനത്തിന്റെ ആയുധമാണെന്ന് ഒരു ജനതയെ ബോധ്യപ്പെടുത്തിയ നേതാവാണ് ഷൗക്കത്ത്. മലബാറിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മകനായ ആര്യാടൻ ഷൗക്കത്ത് എല്ലാവർക്കും സ്വീകാര്യനാണ്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ UDF സുസജ്ജമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കഴിഞ്ഞ തവണ UDFന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട സീറ്റാണ് നിലമ്പൂർ എന്നത് ബോധ്യമുണ്ടെന്നും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇത്തവണ ആ സീറ്റ് തിരിച്ചുപിടിക്കുമെന്ന് VD സതീശൻ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക എന്നതാണ് UDFന്റെ രീതിയെന്നും ഇതിൽ മാറ്റം വരില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 10 മാസം മുൻപ് നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെയാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിനെ കാണുന്നത്. നിലമ്പൂരിലെ ജനതകളുടെ പ്രശ്നങ്ങൾക്ക് മറുപടിയായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് PV അൻവർ പറയുന്നത്. നിലമ്പൂരിലെ 70% വനമാണ്. ഓരോ ദിവസവും വന്യജീവി ആക്രമണം നടക്കുന്നു. പ്രാദേശിക വിഷയങ്ങൾക്കൊപ്പം കേരളം ചർച്ച ചെയ്യാൻ പോകുന്നത് കുടുംബാധിപത്യമാണ്, പിണറായിസമാണ്, മരുമോനിസമാണ്. ഒരു കുടുംബത്തിന്റെ കാൽച്ചുവട്ടിൽ ഒരു പാർട്ടിയെ അടിച്ചിരുത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് UDF തീരുമാനിക്കുന്ന ഏത് സ്ഥാനാർത്ഥിക്കും നിരുപാധിക പിന്തുണ നൽകുമെന്നും UDFും LDFും തമ്മിലുള്ള പോരാട്ടമല്ലെന്നും ജനങ്ങളും പിണറായിയും തമ്മിലുള്ള പോരാട്ടമാണെന്നുമാണ് അൻവർ പറയുന്നത്.